السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റായ അൻ നസ്റുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഗദ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഖിതാബ ഫിൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിലുള്ള ചില പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളെക്കുറിച്ചും പ്രഭാഷകരെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമാണ് യാ അഷ്ബാഹ റിജാൽ വല റിജാൽ ഹുലൂം അൽ അത്ഫാൽ ഉഖൂല റബ്ബാത്തിൽ ഹിജാൽ لبددت أني لم أركم ولم أعرفكم معرفة والله جرت ندمة وأعقبت سدمة قاتلكم الله لقد ملأتم قلبي قيحة وشحنتم صدري غيظة وجرعتموني نغب التهام أنفاسا وأفسدتم على رأيي بالعصيان والخذلان حتى لقد قالت قريش إن ابن أبي طالب رجل شجاع ولكن لا علم له بالحرب ولكن لا رأي لمن لا يطاع. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനിച്ചത് 599-ലാണ്, വഫാത്തായത് 661. കൂടുതൽ പരിചയപ്പെടാം. അബുൽ ഹസൻ അലി ബിൻ അബി താലിബ് അൽ ഹാഷിമി അൽ ഖുറഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഇബ്നു അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിഹ്റുഹു വമിൻ ആലി ബൈത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ്റെ പുത്രനാണ്, മരുമകനാണ്, അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. ഉലിദ ഫി മക്ക അഹദുൽ അശറത്തിൽ മുബശ്ശരീന ബിൽ ജന്ന, മക്കയിലാണ് ജനിച്ചത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളിൽ ഒരുവരാണ്. റാബിഉൽ ഖുലഫാ റാഷിദീൻ ഇൻദ സുന്ന വ അവ്വലുൽ അഇമ്മ ഇൻദ ഷിഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പക്ഷം ഖുലഫാ റാഷിദീങ്ങളിൽ 4-ാമത്തെ ആളാണ്. ഷിഅ വിഭാഗത്തിൻ്റെ പക്ഷം അഇമ്മത്തിൽ ആദ്യത്തെ ആളാണ്. ഉമ്മുഹു ഫാത്തിമ ബിൻത് അസദ് അൽ ഹാഷിമിയ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് ആണ്. അസ്ലമ ഖബ്ല അൽ ഹിജ്റത്തിൻ നബവിയ്യ, ഹിജ്റക്ക് മുമ്പ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവ്വലു മൻ അസ്ലമ മിന സുബിയാൻ, കുട്ടികളിൽ നിന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം പുൽകിയത് ഇദ്ദേഹമാണ്. ഹുവ സാനി ഔ സാലിസുൻ നാസ് ദുഖൂലൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ഏറ്റവും ആദ്യമായി കടന്നു വന്ന 2-മത്തെയോ 3-മത്തെയോ ആളുകളിൽ പെടുന്നയാളാണ് ഇദ്ദേഹം. ഹാജറ ഇലൽ മദീന ബഅദ ഹിജ്റത്തി റസൂൽ ബിസലാസത്തി അയ്യാം, റസൂലുള്ള ഹിജ്റ പോയതിനു ശേഷം 3 ദിവസം കഴിഞ്ഞ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോയി. വ ആഖാഹു റസൂൽ മഅ നഫ്സിഹി ഹീന ആഖാ ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചപ്പോൾ അലി ഇബ്നു അബി ത്വാലിബുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം സാഹോദര്യം സ്ഥാപിക്കുകയായിരുന്നു മദീനയിൽ വെച്ച്. സൗജത്തുഹു ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഷാറക ഫി കുല്ലി ഗസ്വാത്തിർ റസൂൽ അദ ഗസ്വത്ത് തബൂക്ക്, തബൂക്ക് ഒഴികെ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഹൈസു ഖല്ലഫഹു ഫിഹ അലൽ മദീന, തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് മദീനയിൽ നബിയുടെ പ്രതിനിധിയായി നിയമിക്കപ്പെട്ടതായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ബുയിഅ ബിൽ ഖിലാഫ സന 35, ഹിജ്റ 35 അദ്ദേഹം ഖലീഫയായി ബയാത്ത് ചെയ്യപ്പെട്ടു. ഹക്കമ 5 സനവാത് വ 3 അഷ്ഹുർ, 5 വർഷവും 3 മാസവും അദ്ദേഹം ഭരിച്ചു. വഖഅത് ഫീഹൽ മആരിക് ബിസബബിൽ ഫിതൻ ബഅദ മഖ്തൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തിന് ശേഷം നടന്ന ഫിത്നകൾ കാരണം ഒരുപാട് യുദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലുണ്ടായി. ആഥാറുഹുൽ ഇൽമിയ വഖുതബുഹു ജുമിഅത് ഫി കിതാബി നഹ്ജിൽ ബലാഗ അല്ലഫഹുൽ അദീബ് ഷഹീർ മുഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ മൂസ അൽ മൂസവി എന്ന പ്രസിദ്ധനായ സാഹിത്യകാരൻ രചിച്ച നഹ്ജുൽ ബലാഗയിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിജ്ഞാന ശേഷിപ്പുകളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും സമാഹരിച്ചിട്ടുണ്ട്. അടുത്തത് സിയാദ് ബിൻ അബി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് അമ്മാ ബഅദ് ഫഇന്നൽ ജഹാലത്തൽ ജഹ്ല വദ്ദലാലത്തൽ അംയ വൽഗയ്യൽ മൂഫിയ ബിഅഹ്ലിഹി അലൻ നാർ മാ ഫീഹി സുഫഹാഉകും വയശ്തമിലു അലൈഹി ഹുലമാഉകും
من الأمور العظام ينبت فيها الصغير ولا يتحاشى عنها الكبير كأنكم لم تقرأوا كتاب الله ولم تسمعوا ما أعد الله من الثواب الكبير لأهل طاعته والعذاب الأليم لأهل معصيته في الزمن السرمدي الذي لا يزول. അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഈ പ്രഭാഷണം. സിയാദ് ബിൻ അബിഹി ജനിച്ചത് 623 വഫാത്തായത് 673. ഖായിദുൻ അസ്കരിയുൻ ഫി അഹ്ദിൽ ഖിലാഫത്തുർ റാഷിദ വസിയാസിയുൻ അമവിയുൻ ഷഹീർ. ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് സൈനിക തലവനായിരുന്നു. അമവി ഭരണകാലത്ത് പ്രസിദ്ധനായ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. ഇഖ്തലഫു ഫിസ്മി, അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സിയാദ് ബിൻ ഉബൈദ് അസ്സഖഫി എന്നാണ് എന്നും അദ്ദേഹം അബി സുഫിയാൻ്റെ മകനാണ് എന്നും പറയപ്പെടുന്നു. വുലിദ ഫി ത്വായിഫ് ഫി സനത്തിൽ ഹിജ്രിയ അൽ ഊല, ഹിജ്റ 1-ാം വർഷം ത്വായിഫിലാണ് ജനിച്ചത്. ഉമ്മുഹു കാനത്ത് ജാരിയ ഇൻദൽ ഹാരിസ് ബിൻ കൽദ അസ്സഖഫി അത്തബീബ് ഷഹീർ, പ്രസിദ്ധ വൈദ്യനായ അൽ ഹാരിസ് ബിൻ കൽദയുടെ അടുക്കൽ ജാരിയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ്. അവ്വലു മൻ അഅലനൽ ഹുക്മൽ ഉർഫിയ ഫിൽ ഇസ്ലാം ഫി ഖുത്ബത്തിഹിൽ ബത്ര, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഖുത്ബത്തുൽ ബത്രയിൽ ഉർഫിൻ്റെ ഹുക്ം ആദ്യമായി ഇസ്ലാമിൽ പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. കാന വാലിയൻ ലി അലി ഫി മിൻതഖത്ത് ഫാരിസ്, പേർഷ്യയിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാലിയായിരുന്നു അദ്ദേഹം. അമില കാത്തിബൻ ലി അബി മുസൽ അശ്അരി, അബി മുസൽ അശ്അരിയുടെ കാത്തിബായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. അടുത്തത് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണമാണ് യാ അഹ്ലൽ കൂഫ അമാ വല്ലാഹി ഇന്നി ല അഹ്മിലു ശർറ ബിഹിംലിഹി വഅഹ്ദൂഹു ബിനഅലിഹി വഅജ്സീഹി ബിമിസ്ലിഹി വഇന്നി ലഅറാ അബ്സാറൻ ത്വാമിഹ വഅഅനാഖൻ മുതതാവില വറുഊസൻ ഖദ് ഐനഅത് വഹയാന ഖിതാഫുഹ വഇന്നി ലസാഹിബുഹ വകഅന്നി അൻദുറു ഇല الدماء بين العمائم واللحى تترقرق. ഹജ്ജാജ് ബിൻ യൂസുഫ് ജനിച്ചത് 660 മരണപ്പെട്ടത് 714. അബു മുഹമ്മദ് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി എന്നാണ് പൂർണ്ണനാമം. ഖായിദുൻ ഫിൽ അഹ്ദിൽ അമവി, അമവി ഭരണകാലത്തെ സൈനിക തലവനാണ്. വുലിദ വനശഅ ഫി ത്വായിഫ് വന്തഖല ഇല ശാം, ത്വായിഫിലാണ് ജനിച്ചതും വളർന്നതും, പിന്നീട് ഷാമിലേക്ക് യാത്ര ചെയ്തു. വഖല്ലദഹു അബ്ദുൽ മലിക് അംറ അസ്കരി, അബ്ദുൽ മലിക് ഖലീഫ തൻ്റെ സൈന്യത്തിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അമറഹു അബ്ദുൽ മലിക് ബിഖത്ലി അബ്ദുല്ലാഹി ബിൻ സുബൈർ ഫസഹഫ ഇലൽ ഹിജാസി വഖതല, ഖലീഫ അബ്ദുൽ മലിക് അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ വധിക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഹിജാസിലേക്ക് അദ്ദേഹം സൈന്യവുമായി വന്നു, അദ്ദേഹത്തെ വധിച്ചു. വല്ലാഹു അബ്ദുൽ മലിക് മക്ക വൽ മദീന വ ത്വായിഫ് വൽ ഇറാഖ്, ഖലീഫ അബ്ദുൽ മലിക് അദ്ദേഹത്തിന് മദീനയും ത്വായിഫും ഇറാഖും കൊടുത്തു, അവിടുത്തെ വാലിയാക്കി. ഉരിഫ ബിൽ മുബീർ അവിൽ മുബീദ് ഐ അൽ മുബീദ്, പരാക്രമി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. കാന സഫാക്കൻ സഫാഹൻ ബിത്തിഫാഖി അക്സരിൽ മുഅർരിഖീൻ, അധിക ചരിത്രകാരന്മാരുടെയും അഭിപ്രായ പ്രകാരം അദ്ദേഹം രക്തച്ചൊരിച്ചിൽ നടത്തിയ തേരാളിയായിരുന്നു. അഹദു ജബാബിറത്തിൽ അറബ് വസാസത്തിഹ വബുലഗാഇഹ വഖുതബാഇഹ, അറബികളിൽ പ്രസിദ്ധമായ രാജാക്കന്മാരിലും നേതാക്കന്മാരിലും സാഹിത്യകാരന്മാരിലും പ്രഭാഷകരിലും പെട്ട ഒരാളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി. അടുത്തത് താരിഖ് ബിൻ സിയാദ്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് അയ്യുഹന്നാസ് ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അദുവ്വു അമാമക്കും വലൈസ ലക്കും വല്ലാഹി ഇല്ല الصدق والصبر واعلموا أنكم في هذه الجزيرة أضيع من الأيتام في مأدبة اللئام وقد استقبلكم عدوكم بجيوشه وأسلحته وأقواته موفورة وأنتم لا وزر لكم إلا سيوفكم ولا أقوات لكم إلا ما تستخلصونه من أيدي عدوكم. സ്പെയിനിൽ തൻ്റെ സൈന്യവുമായി കാലുകുത്തി തൻ്റെ കപ്പൽ കത്തിച്ചു കളഞ്ഞ് അദ്ദേഹം നടത്തിയ വളരെ പ്രസിദ്ധമായ പ്രഭാഷണമാണിത്. താരിഖ് ബിൻ സിയാദ് ജനിച്ചത് 670 മരണപ്പെട്ടത് 720. ഉലിദ ഫിൽ ഖർനിൽ അവൽ അൽ ഹിജ്രി ഫി ഖബിലത്തി സ്വദഫ്, സ്വദഫ് എന്ന ഗോത്രത്തിലാണ് ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജനിച്ചത്. മൗലൽ അമീർ മൂസ ബിൻ നുസൈർ അമീർ അഫ്രീഖിയ വ അസ്ലമ അല യദൈഹി, ആഫ്രിക്കൻ അമീറായിരുന്ന മൂസ ബിൻ നുസൈറിൻ്റെ കൈകളാലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൗലയായിരുന്നു. ഖാദൽ ഫത്ഹ് അൽ ഇസ്ലാമി ഇലാ ഷബ്ഹിൽ ഇഷ്ബിഹിൽ ജസീറത്തിൽ ഐബിരിയ,
بأمر من موسى بن نصير في عهد الوليد بن عبد الملك. ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്ത് അമീർ മൂസ ബിൻ നുസൈറിൻ്റെ കൽപ്പന പ്രകാരം ഐബീരിയൻ പെനിൻസുലയിലേക്ക് സൈനിക തേരോട്ടം നടത്തുകയും വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു. ഫതഹ ഇസ്ബാനിയ യുൻസബു ഇലൈഹി ജബലു ത്വാരിഖ് അൽ മൗദിഉ അല്ലദി വാതഅഹു ജയ്ഷുഹു വയുൻസബു ഇലൈഹി ഇൻഹാഉ ഹുക്മിൽ ഖൂത്ത് ഫി ഇസ്ബാനിയ. അദ്ദേഹം സ്പെയിൻ പിടിച്ചടക്കി. സ്പെയിനിലെ വിസിഗോത്തുകളുടെ ഭരണം അവസാനിപ്പിച്ചത് ഇദ്ദേഹമാണെന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം സ്പെയിനിൽ ആദ്യമായി കാൽ കുത്തിയ സ്ഥലം ജബലു ത്വാരിഖ് എന്നറിയപ്പെടുന്നു. യുഅ്തബറു മിൻ അഷ്ഹരിൽ ഖാദത്തിൽ അസ്കരിയീന ഫി താരിഖ്. ചരിത്രത്തിൽ വളരെ പ്രസിദ്ധരായ സൈനിക തലവന്മാരിൽ ഒരാളായി ഇദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ താലിയ. മഅസ്സലാമ.